ഈ മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ചിലരെ കുറിച്ചാണ് ഈ പറയാൻ പോകുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഹൈദരാബാദിലെ സൂര്യപേട്ടിൽ നാളികേരം കയറ്റി വന്ന ലോറി മറിഞ്ഞു. ആ സമയം അവിടെ ഡ്രൈവറെ രക്ഷിക്കാതെ നാളികേരം കൈക്കലാക്കാൻ ശ്രമിക്കുന്ന നാട്ടുകാരായിരുന്നു അവിടെ കണ്ടത്. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. KB ശ്രീധരനാണ് നമ്മുടെ കൂടെയുള്ളത്. ശ്രീധരൻ, ഈ അപകടങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ വലിയ ചരക്ക് ലോറികളൊക്കെയാണ് മറിയുന്നത് എന്നുണ്ടെങ്കിൽ അതിലെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൈക്കലാക്കാൻ ശ്രമിക്കുന്ന ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ കുറേ വന്നിട്ടുമുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം, ഇതൊക്കെ കൈക്കലാക്കുന്നതിന് മുമ്പേ ആ ലോറിയിൽ ഉണ്ടായിരുന്ന പരിക്കേറ്റ ഡ്രൈവറെ രക്ഷപ്പെടുത്തണമായിരുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെ രക്ഷപ്പെടുത്താതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ പറഞ്ഞു മനുഷ്യത്വമില്ലാത്തവരാണ് എന്ന്. തീർച്ചയായിട്ടും മനുഷ്യത്വം ഒട്ടും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ആളുകൾ എന്ന് തന്നെ വേണം ഇവരെ പറയാൻ. ആ ലോറി ഹൈദരാബാദ് ഹൈവേയിലാണ്, സൂര്യപേട്ടിൽ നിന്നുള്ള ഹൈദരാബാദ് ഹൈവേയിലാണ് ഇങ്ങനെ മറഞ്ഞ് കിടക്കുന്നത്. ലോറിയിൽ നാളികേരം നിറച്ച് ഉണ്ടാവുകയും ചെയ്തു. ഈ അപകടത്തിൽപ്പെട്ടപ്പോൾ ഡ്രൈവർ ഈ വണ്ടിയുടെ ക്യാബിനുള്ളിൽ കുടുങ്ങിയ നിലയിലായിരുന്നു. പക്ഷേ ഈ അപകടമുണ്ടായി തൊട്ട് പിന്നാലെ തന്നെ ആളുകൾ അയാളെ രക്ഷപ്പെടുത്താനല്ല നോക്കിയത്. പെട്ടെന്ന് തന്നെ ചാക്കും കൊട്ടയും വട്ടിയൊക്കെയായിട്ട് വന്ന് ഈ നാളികേരമെല്ലാം പെറുക്കി കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു വ്യഗ്രതയായിരുന്നു ഈ ആളുകൾക്ക് മുഴുവൻ ഉണ്ടായത്. പിന്നീട് അല്പസമയത്തിനകം പോലീസ് എത്തിയാണ് ഈ ഡ്രൈവറെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. അദ്ദേഹത്തിൻ്റെ പരിക്ക് ഗുരുതരമല്ല. പക്ഷെ അപ്പോഴും ഇങ്ങനെയൊരു പ്രവൃത്തി നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായത് അത് മുക്കത്ത് വിരൽ വെച്ച് മാത്രം പറയേണ്ട ഒരു കാര്യമാണ്. ഇത് തെലങ്കാനയിലെ മാത്രം ഒരു കാര്യമല്ല പൂജ, നമ്മുടെ നാട്ടിലും ഇത്തരത്തിൽ അപകടമൊക്കെ ഉണ്ടായി പലപ്പോഴും. അതായത് ഈ കോഴി കയറ്റുന്ന ലോറി മറിഞ്ഞ് ലോറിയിൽ നിന്ന് കോഴികളെ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന വാർത്ത പണ്ട് കോട്ടയത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്ത് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ സവാള കയറ്റി വന്ന ലോറി മറിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഈ സവാളയൊക്കെ അടിച്ചു മാറ്റുന്ന ബിരുദന്മാർ, മദ്യം കയറ്റി വന്ന ബിയർ ലോറിയൊക്കെ മറഞ്ഞ സമയത്ത് അങ്ങനെ അതിൽ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന ബിരുദന്മാർ, ഇങ്ങനെയുള്ള വാർത്ത നമ്മൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വാർത്തയാണ് ഇപ്പോൾ ഈ ഹൈദരാബാദിന് സമീപമുള്ള സൂര്യപേട്ടിൽ നിന്നും വരുന്നത്. ഏതായാലും ആ ഡ്രൈവർക്ക് കൃത്യസമയത്ത് പോലീസ് എത്തിയതുകൊണ്ട് മറ്റ് വലിയ പരിക്കില്ലാതെ അയാൾക്ക് രക്ഷപ്പെടാനായി. അപ്പോഴും ഈ ഒരു തരത്തിലുള്ള ഒരു മാനുഷിക പരിഗണനയും ആ നാട്ടുകാർ നൽകിയില്ല എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഇങ്ങനെയുള്ള ഇത് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമല്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു മോഷണം തന്നെയാണ്. അന്യൻ്റെ മുതൽ എടുത്ത് കൊണ്ടുപോവുക തന്നെയാണ് ഈ ആളുകളൊക്കെ ചെയ്യുന്നത്. നാളികേരമായിക്കോട്ടെ, സവാളയാവട്ടെ, ഒരു മുട്ടുസൂചി ആവട്ടെ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോകുന്നത്, അനുവാദമില്ലാതെ എടുത്തു കൊണ്ടുപോകുന്നത്, അതും അപകട സ്ഥലത്തു നിന്നൊക്കെ എടുത്തു കൊണ്ടുപോകുന്നത് വളരെ മോശമായ കാര്യം തന്നെയാണ്. ശരിയാണ് ശ്രീധരൻ, അവിടെ അത്രയും ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും ഈ അപകടമൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ എടുക്കാൻ പാടില്ലാത്തതാണ്. എങ്കിൽ പോലും അതിനപ്പുറത്ത് ഒരാൾ പരിക്കേറ്റ് കിടപ്പുണ്ടായിരുന്നു. ആ നാട്ടുകാരെല്ലാം ഒരുമിച്ച് വന്നിട്ട് ഈ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നതിൽ മാത്രമാണ് ശ്രദ്ധ കൊടുത്തത്. ഇയാളെ ആശുപത്രിയിലാക്കാൻ വേണ്ടിയിട്ട് മറ്റെവിടെ നിന്നോ ആരൊക്കെയോ വരേണ്ടി വന്നോ എന്ന് പറയുന്നതാണ് സങ്കടകരമായ കാര്യം. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇത് വൈറലായതോടുകൂടി വയറ് നിറച്ച് അവിടെയുള്ളവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ശരി ശ്രീധരൻ.